ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒറ്റയാനായി മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാൾ ഷാനവാസ് ആണെന്ന് തോന്നുന്നു. ഇന്ന് ഒറ്റയ്ക്ക് ഷാനവാസ്, അപ്പാനി, അതുപോലെ ജിസേല്, അക്ബർ, നമ്മുടെ ആര്യൻ ഇവരുടെ ഗ്യാങ്ങിനെ ഒറ്റയ്ക്ക് ഇന്ന് അടിച്ചിരുത്തുന്നത് നമുക്ക് എപ്പിസോഡിൽ കാണാം. ലൈവിൽ അതൊന്നും എത്തിയിട്ടില്ല. ഈ സംഭവം എന്ന് പറയുന്നത് രാത്രി 1:30 മണി വരെ നീണ്ടു എന്നുള്ളതാണ്. ഷാനവാസിന്റെ പുറകെ പൂച്ചക്കുട്ടികളെ പോലെ നടക്കുന്ന ജിസേലിനെയും അക്ബറിനെയും അപ്പാനിയുമാണ് കാണാൻ കഴിഞ്ഞത്. ഷാനവാസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയാതെ മാറി നിന്നിട്ട് ഇവർ 3 പേരും കൂടെ ചർച്ച നടത്തുകയാണ്. ജിസേല് പറയുന്നുണ്ട് പുള്ളിയെ എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ വന്ന് കയറിയത് തൊട്ട് നിങ്ങൾ ഗ്രൂപ്പായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യാണ്. ഞാനിവിടെ ഗെയിം കളിക്കുന്നുണ്ട്, എല്ലാവർക്കും എതിരെയും കളിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെ ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്ത് പുറത്താക്കാനായിട്ട് ഞാനിവിടെ ഒരു കളി കളിക്കുന്നില്ല. അങ്ങനെ ആരെയും പുറത്താക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാനിവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഗ്രൂപ്പായി പ്ലാൻ ചെയ്ത് ഒരാളെ പുറത്താക്കുന്ന ഗെയിം നിങ്ങളാണ് കളിക്കുന്നത്, ഞാൻ കളിക്കുന്നില്ല. നിങ്ങൾ കളിക്കുന്ന കളി എന്താണെന്ന് എനിക്കറിയാം. അതിനുള്ള പണി തരേണ്ട സമയത്ത് ഞാൻ തരും. അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് കത്തി കയറുകയാണ്. ശരിക്കും അപ്പാനിയൊക്കെ വന്നു നിന്ന് എന്തിക്കാ അങ്ങനെ പറയുന്നേക്കാ, നിങ്ങൾ എന്തിക്കാ അങ്ങനെ സംസാരിക്കുന്നേക്കാ, പുറത്തൊരു പെങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാത്തത്. നീയൊക്കെ അനുമോളെ പുറകെ ഇന്ന് പോയപ്പോൾ ഞാൻ എല്ലാം കണ്ടുകൊണ്ട് അവിടെ മിണ്ടാതെ നിന്നത് എനിക്കൊന്നും അറിയാത്തതുകൊണ്ടല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ്. വെളിയിലുള്ളവരെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ അങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. പറയേണ്ടി വന്ന ആ സമയത്ത് ഞാൻ പറയും. ഇക്ക നിങ്ങൾ എന്തൊക്കെ അങ്ങനെ പറയണം, നിങ്ങളും അങ്ങനത്തെ ഗെയിമൊക്കെ ഇവിടെ കളിക്കുന്നില്ല ഇക്ക എന്ന് അപ്പാനി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കളിക്കുന്ന പോലെ ഗെയിം ഞാൻ ഇവിടെ കളിക്കുന്നില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ആ ഒരു എൻ്റയർ കോൺവെർസേഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷാനവാസ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ ഡിഫൻസ് മോഡലിൽ നിൽക്കുന്ന മറ്റൊരാണ്. കാരണം ഷാനവാസിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ഷാനവാസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് അപ്പാനി, അക്ബർ ഗ്യാങ് ട്രൈ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കാണ് ഷാനവാസ് ഇവരെയൊക്കെ നിശ്ചലമാക്കി കളഞ്ഞത് എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഷാനവാസിന് വളരെ നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതേ സമയത്ത് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു എത്തിക്സ് ഒക്കെ ഗെയിമിൽ പുള്ളി പുലർത്തുന്നുമുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഇപ്പുറത്തെ ടീമിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവരെനിക്ക് തോന്നുന്നു ഒരു കോംബോ ഗെയിം കളിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നില്ല അത് ലവ് കോംബോ അല്ലെങ്കിൽ റിയൽ ലവ് അങ്ങനെയൊന്നുമല്ല. ഈ ബിഗ് ബോസിനകത്ത് സർവൈവ് ചെയ്യാനായിട്ട് കണ്ടസ്റ്റൻസിൽ പലരും ചൂസ് ചെയ്യുന്ന പല സ്ട്രാറ്റജീസിൽ ഒന്ന് മാത്രമാണ് കോംബോ ഗെയിം എന്ന് പറയുന്നത്. അതിൽ റിയൽ ആയിട്ട് ലവ് തോന്നുന്ന കേസുകൾ ഉണ്ടാവാം. ഓഡിയൻസിനെ വലിപ്പിക്കുന്ന രീതിയിൽ ലവ് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കേസുകളും ഉണ്ടാവാം. ഈ വെറുതെ സ്പേസിന് വേണ്ടി കോംബോ കളിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഭയങ്കര സിൻസിയർ ആണെന്ന് തോന്നിപ്പിച്ച ഓഡിയൻസിനെ വിഡ്ഢികളാക്കുന്ന ആൾക്കാരുമുണ്ട്. അവരെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിമർശിക്കാറുള്ളത്. ഈ അല്ലാതെ ചുമ്മാ ജസ്റ്റ് ഫ്ലേർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻസ് ഒക്കെ പറഞ്ഞിപ്പോൾ സീസൺ 5 അഖിൽ മാരാർ ഒരു കോംബോ ഗെയിം കളിച്ചിട്ടുണ്ട്. ലവോ അങ്ങനെയൊന്നുമല്ല. ബട്ട് ഒരു ഒരു ടോം ആൻഡ് ജെറി, ബോബനും മോളി ഗെയിം ആയിരുന്നു അത്. അതുപോലെയൊക്കെ തന്നെയാണ് ഈ സീസണിൽ അക്ബർ ശരിക്കും നമ്മുടെ ജിസേലിന്റെ അടുത്ത് ഒരു ഒരു കോംബോ ഗെയിം കളിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ബിൻസിയും അതുപോലെ നമ്മുടെ അപ്പാനിയും തമ്മിൽ അങ്ങനത്തെ ഒരു കോംബോ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അപ്പാനി കമ്മിറ്റഡ് ആണ്, അപ്പാനിക്ക് ഒരു വൈഫുണ്ട്, കുട്ടികളുണ്ട്, വൈഫ് പ്രഗ്നന്റ് ആണ്. അപ്പോൾ മോശമായ രീതിയിലൊന്നും ആയിരിക്കില്ല. അതൊരു ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ ഗെയിമിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഒരു ഗെയിം സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ തമാശയായിട്ടൊക്കെ പറയുന്നത് ഞാൻ ലൈവിൽ കണ്ടതാണ്. ഈ ബിൻസിയെയും അപ്പാനിയും വെച്ചിട്ടൊരു തമാശയും ജോക്സ് ഒക്കെ പറയുന്നത് കണ്ടിരുന്നു. ഇത് അനുമോൾ ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഷാനവാസിനും അറിയാം. അപ്പൊ അനിമോൾ ഇതാണ് പോയിന്റ് ഔട്ട് ചെയ്തത്. ഈ ഒരു കോംബോ കളി കാരണമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബിൻസി പുറത്തു പോയത് എന്ന് കരുതിയിട്ടായിരിക്കാം അനിമോൾ അത് പറഞ്ഞത്. പക്ഷെ അത് ട്രിഗർ ചെയ്തിട്ട് അപ്പാനിയും അതുപോലെ പ്രത്യേകിച്ച് അക്ബർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു. അനിമോളെ അടിച്ചില്ല എന്നേ ഉള്ളൂ. പുറത്തായ കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറയുന്നത് വേണോ എന്നൊക്കെ നമ്മളും ചോദിക്കാറുണ്ടെങ്കിലും ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങളാണത്. ഈ തമാശകൾ പറയുന്നതും കളിയാക്കലുകളും ഒക്കെ ലൈവിലൊക്കെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. എപ്പിസോഡിൽ കാണിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല, ലൈവിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ ആ ഒരു ഗെയിം എന്നുള്ള ഒരു ലെവലിലാണ് എല്ലാവരും എടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ പേഴ്സണലായിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു അടുപ്പമുണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. ഇടയ്ക്കൊക്കെ അച്ഛനെ പോലെയെന്നും ബ്രദറിനെ പോലെയെന്നും ഒക്കെ പറയാറുണ്ട്. ഇവൻ അതൊക്കെ ഒരു ഫണ്ണാണ്, ഒരു കോണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതായിരിക്കാം പുറത്തായതിന് കാരണമെന്ന് അനുമോള് പറഞ്ഞപ്പോൾ അതെന്തോ മോശമായ രീതിയിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അപ്പാനി എന്ത് ചെയ്തു, അപ്പാനിയല്ല പ്രത്യേകിച്ച് അക്ബർ ഇവരെ ചാർജ് ചെയ്തു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഷാനവാസിന് ഒട്ടും അത് ദഹിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് ഷാനവാസ് പോയിന്റ് ഔട്ട് ചെയ്തത്. ഇതിൽ അപ്പാനി വരണ്ടു പോയി. കാരണം വേണ്ടി വന്നാൽ ഞാൻ ഇതെടുത്തിടും എന്ന് ഷാനവാസ് പറഞ്ഞപ്പോൾ അപ്പാനി ശരിക്കും വരണ്ടു. കാരണം അത് അപ്പാനിക്ക് അറിയാം,
പുള്ളിക്ക് അത് നെഗറ്റീവായിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം അനുമോള് പറഞ്ഞപ്പോൾ ചാർജ് ചെയ്ത പോലെ അപ്പാനിക്കും അക്ബറിനും ഷാനവാസിനെ അങ്ങനെ പോയി ചാർജ് ചെയ്യാൻ പറ്റില്ല. ഷാനവാസ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിന്ന് തിരിച്ച് പറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. മറ്റൊരു ഈസി ടാർഗറ്റ് ആയിട്ടാണ് അപ്പാനിയും അതുപോലെ അക്ബറും ഒക്കെ അനുമോളെ കാണുന്നത്. കാരണം ഒന്നിച്ച് കയറി അങ്ങ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അനുമോൾ അങ്ങ് ഒതുങ്ങും എന്നുള്ളത്. പക്ഷെ ഇന്ന് അനുമോൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നു, അത് വേറെ കാര്യം. ബട്ട് ഇന്ന് രാത്രിയിൽ ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഇവരെ മൊത്തത്തിൽ അടിച്ചങ്ങിരുത്തുന്നതാണ് നമ്മൾ എപ്പിസോഡിനകത്ത് കാണുന്നത്. ഷാനവാസ് ശരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഗെയിമിൽ. മാത്രമല്ല ഇവരുടെ ഗ്രൂപ്പിസത്തിനെ തുറന്നു കാട്ടുന്നതിൽ ഷാനവാസ് ഏറെക്കുറെ വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഗ്രൂപ്പിസം ഇല്ല എന്നൊക്കെ ഇവർ പറയുമ്പോഴും ഷാനവാസ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ഗ്രൂപ്പ് കൂടി യോഗം ചേർന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും നമ്മൾ എപ്പിസോഡിൽ തന്നെ കാണുകയാണ്. ഗ്രൂപ്പിസം അവിടെ ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. ആരൊക്കെയാണ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. പ്രധാനമായ ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പാനി, അക്ബർ, ജിസേല്, സരിക, ആര്യൻ. ഇവർ ഗ്രൂപ്പിലെ പ്രധാനികളാണ്. തൊട്ടൊപ്പം തന്നെ നിൽക്കുന്ന രണ്ടുപേരാണ് നമ്മുടെ രന ഫാത്തിമയും അതുപോലെ ഇടയ്ക്കൊക്കെ നമ്മുടെ ബിന്നി വന്ന് ഈ ഗ്രൂപ്പിന്റെ ഭാഗമാവുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ രേണു സുധി പോലും ഈ ഗ്രൂപ്പിന്റെ ഭാഗമാവുന്നൊക്കെയുണ്ട്. അപ്പൊ ഗ്രൂപ്പ് അവിടെയുണ്ട്. ഗ്രൂപ്പ് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ബിഗ് ബോസിനകത്ത് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. എപ്പോഴും ഗ്രൂപ്പായിട്ട് കളിക്കുന്നവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഓഡിയൻസ് അവർക്കൊപ്പം നിൽക്കും. ഒറ്റയ്ക്ക് കളിക്കുന്ന ആളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഓഡിയൻസ് അവർക്കൊപ്പം നിൽക്കും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എല്ലാ സീസണിലും ഗ്രൂപ്പ് നെഗറ്റീവ് ആവാറില്ല. ചില ഗ്രൂപ്പുകളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട്. ചില ഗ്രൂപ്പുകൾ പാളി പോയിട്ടുമുണ്ട്. ഈ സീസണിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഗ്രൂപ്പ് അവിടെ ഉണ്ട് എന്നും ആ ഗ്രൂപ്പ് അവിടെ പലരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം. ഓഡിയൻസ് ആയാൽ നമുക്കറിയാം. ഇപ്പോൾ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നല്ല സ്ട്രോങ് പ്ലേയേഴ്സ് എന്ന് അവിടെ ഗ്രൂപ്പിന് തോന്നുന്ന എല്ലാവരെയും ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇവരാണെങ്കിൽ ഇവർ ഒന്നിച്ച് നിൽക്കുന്നില്ല. അനീഷും അനുമോളും ഷാനവാസും ഒറ്റക്കെട്ടല്ല. അവർ ഒറ്റയ്ക്ക് തന്നെ അവർക്ക് നേരെ വരുന്ന ഗ്രൂപ്പിന്റെ ആക്രമണങ്ങളെ ഫേസ് ചെയ്ത് ഗെയിം കളിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്കൊരു ചെറിയ സപ്പോർട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് കാണുന്നത്. പക്ഷേ ഇന്ന് ഷാനവാസ് ഇന്നത്തെ എപ്പിസോഡിൽ രാത്രിയിൽ നല്ല പോലെ സ്കോർ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഗ്രൂപ്പിന്റെ ഫ്യൂസ് ഊരുന്നതിൽ ഷാനവാസ് ഒരു പരിധിവരെ വിജയിച്ചോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഷാനവാസ് ഇതേ ഒരു രീതിയിൽ തന്നെ ഇവർക്കെതിരെ ഗെയിം കണ്ടിന്യൂ ചെയ്യുമോ അതോ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി പ്രശ്നങ്ങൾ തീരുമോ എന്നൊക്കെയുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. തൽക്കാലം ബൈ.